എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ല. തട്ടി മുട്ടിയൊക്കെ തന്നെയാണ് ഓരോ ദിവസം കടന്നു പോണത്. ഇന്നലെ നമ്മളെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. ലോങ് ആയിട്ട് ഷോർട്ടായിട്ട് ഒന്നും വീഡിയോ ഇട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നെറ്റ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ എന്നും നമ്മളെ വീഡിയോ ഇടണല്ലേ. നിങ്ങൾ ഇന്നലെ ഒരു ദിവസം ഇതാക്കണം, നിങ്ങളതും ബോറടിപ്പിക്കാൻ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വരാറുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അത് സ്ഥിരം വരുന്ന പോലെ തന്നെ നമ്മൾ ഓരോരോ റെസിപ്പി, പല പല റെസിപ്പികളും, നമ്മളെ കുടുംബവിശേഷങ്ങൾ, വീട്ടുവിശേഷങ്ങൾ, അടുക്കള, പച്ചക്കറി, അങ്ങനത്തെ ഓരോരോ പരിപാടികളായിട്ടാണ് ഞാൻ ഇന്നും വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് ഇതാക്കണം വെള്ളിയാഴ്ചക്കത്തെ വീഡിയോ കേട്ടോ. വെള്ളിയാഴ്ച എന്ന് പറയുമ്പം ദിവസത്തിലും എല്ലാം പറയുന്ന പോലെ തന്നെ ചൂടും ചുക്കാന്തിയുള്ള ദിവസം തന്നെയാണ് കേട്ടോ. അങ്ങനത്തെ രാവിലെ നേരത്തെ കാലത്ത് അങ്ങോട്ട് നീച്ചാണ്ട് നമ്മളെ പരിപാടികൾ തുടങ്ങിയിട്ട് നമ്മളെ തല അങ്ങോട്ട് നീച്ചിക്കണം കേട്ടോ. നമ്മളെ തല നീച്ചാലുള്ള എല്ലാ പരിപാടികളും ഒക്കെ ഉള്ളൂ. അപ്പം ഞാനിതാ അടുക്കളയിലൊക്കെ വന്നിട്ട് ഒരുവിധ പരിപാടികളൊക്കെ എടുത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പം മൂപ്പരിതാ ഫോണ് കുത്തിവെച്ചാണ്ട് അങ്ങോട്ട് ബാത്റൂമിലാണ് പോയപ്പോത്തിന് മക്കൾ വന്ന് റാഞ്ചി എടുത്ത് കൊണ്ട് പോണ പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. രാവിലെ തന്നെ മക്കൾക്ക് 2 ചീത്തൊക്കെ കൊടുത്തിട്ടാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ മൂപ്പര് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം. പയർ മുളച്ച് പൊന്തിക്കണല്ല. ഇനിയിപ്പോൾ അതിൻ്റെ ചുറ്റോറൊന്ന് വെയിൽ കെട്ടാണ്ട്, നമ്മൾ പന്നിശല്യം വല്ലാതെ കൂടുതലാണ്. അപ്പോൾ ഒന്ന് വെയിൽ കെട്ടണം, അതിൻ്റെ പണിയാണ് എന്നുള്ളത്. അപ്പോൾ കോഴിക്കളൊക്കെ വിട്ടിട്ട് കുറച്ച് ചോറൊക്കെ കൊടുത്തിട്ടോ. അവർക്ക് രാവിലെ തകണ് ചോറാണ് ചായക്ക് കടി. അങ്ങനെ കോഴിക്കൊക്കെ തകണ് വെറും ചോറല്ല, ചട്ടിച്ചോറാണ് കൊടുക്കല്ലിട്ട്. രാവിലെ ചട്ടിയിലങ്ങോട്ട് ചോറിട്ട് കൊടുത്താൽ പോലെ അതങ്ങനെ ആസ്വദിച്ചിട്ട് അങ്ങോട്ട് തിന്നിട്ടോ. അപ്പം അങ്ങോട്ട് തിന്നോട്ടെ എന്ന് ഞാനും വിചാരിക്കും. അങ്ങനെ രാത്രിക്കത്തെ ചോറ് ബാക്കിയുള്ളതൊക്കെ പൂച്ചക്ക്, അതേപോലെ തന്നെ കോഴിക്ക്, പിന്നെ പശുവിന് അങ്ങനെയൊക്കെ കാടി കൊണ്ടേ ഇടും. അങ്ങനെയാണ് രാവിലത്തെ പരിപാടി ഉള്ളത്. അപ്പം എൻ്റെ ചോറുണ്ട്, ഞാൻ ഫസ്റ്റ് വെച്ചത് ചോറാണ് അടുപ്പത്ത്. നമ്മൾ ഗ്യാസ് നിറച്ച് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അത് കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ചെടപടേന്ന് പണി എടുക്കാനായിട്ട്. അടുപ്പത്താവുമ്പോൾ ഒരടുപ്പല്ലേ നമ്മൾ മൂട്ടലുള്ളൂ. അപ്പം അത് ഒന്ന് ആയിട്ട് വേണം ഒന്ന് വെക്കാനായിട്ട്. അപ്പം അങ്ങനെയാണുള്ളത്. അങ്ങനെ മൂപ്പരിതാക്കണ ഒരു കട്ടൻ ചായയും കുടിച്ചിട്ട് പോകാണ്ട്. ഇന്നിപ്പം വേലിപ്പണിയാണ് എടുക്കാനുള്ളത്. അപ്പം കുട്ടികളൊക്കെ പറഞ്ഞിട്ട് വേഗം ഇങ്ങോട്ട് വന്നുകൊണ്ട് കിട്ടുമെന്നും പറഞ്ഞിട്ടൊരു എന്താ പറയുക, ഒരു ഓർഡർ തന്നിട്ടാണ് ഈ ഒരു പോക്ക് കിട്ടോ. അപ്പോൾ വേഗം മൂപ്പരോട് പോയിക്കോട്ടെ, ഇനി ഞാൻ എൻ്റെ പണി എടുക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ വന്നിട്ടും ഞാൻ ഇവിടെ തല ഇട്ട് തല്ലണ്ടി വരും വിചാരിച്ചാണ് എൻ്റെ പണി എടുക്കട്ടെ, എന്നിട്ട് ഞാൻ വരാമെന്നും പറഞ്ഞു ഞാൻ. അല്ല അപ്പോൾ കൂരട്ടെ, നമ്മളെ പണിക്ക് ആരും വരൂല, ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് എടുക്കേണ്ടി വരും. അപ്പം എല്ലാവരും പണിക്ക് എല്ലാവരും കൂടി കൊടുക്കും. പക്ഷെ ഈ ഒരു പണിക്കുണ്ടല്ലോ, ഈ അടുക്കള പണിക്ക് ഇതാരും നമ്മളെ സഹായിക്കാൻ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ പോലെ എല്ലാവരും പോണ ആൾക്കാരാണല്ലോ. 2 സ്കൂൾക്ക് പോകുമ്പോൾ ഒരാൾ പണിക്ക് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓൾക്കൊക്കെ ഒരു ബേജാറുമാണ്. അപ്പം നമ്മളെ പണി ആക്കം പോലെയാണല്ലോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എടുക്കാലോ എന്നുള്ള ഇതിലാണ് ഓലും തന്നെ ഉള്ളത്. പിന്നെ ഓലിതാ കയ്യും കൈകി വരുമ്പോൾ ആയിട്ടില്ല എന്ന് പറഞ്ഞാണ്ടല്ലോ, അതിന് വേറെ കിട്ടും ചെയ്യും കേട്ടോ. അത് വേറൊരു കേസ്. അപ്പം ബലക കേസ് പരിഹരിച്ച് ഞാനിതാക്കണ ഒരു ഭാഗത്തായി. എൻ്റെ കേസ് ആരും കേൾക്കാല്ലാതായിപ്പോയി. അപ്പം അങ്ങനെയാണുള്ളത്. അപ്പം ഞാൻ ദോശ ചുടാൻ നിൽക്കട്ടെ. ദോശമാവ് ഇതാക്കണ 3ാമത്തെ ദിവസമാണ്. ഇതോടുകൂടി ഇതിൻ്റെ ഒരു ഫൈനലാണ് കേട്ടോ. ഇതിൻ്റെ സെൻഡ് ഓഫ് ആണ് ഈ ഒരു ദോശമാവിന്. അപ്പം ഞാൻ വെറും ദോശമാവ് അങ്ങനെ ഫോണിൽ ഇങ്ങനെ തപ്പിത്തെരഞ്ഞിങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മളെ ബീട്രൂട്ട് ദോശ ഉണ്ടല്ലോ, നമ്മൾ ചുമന്ന ദോശ, അത് ഉണ്ടാക്കാമെന്ന് കണ്ടത് കേട്ടോ. അതിൽ പിന്നെ നല്ലൊരു റെസിപ്പി ഞാൻ കണ്ടുപിടിച്ച് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കിട്ടിയതാണ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇതൊക്കെയാണ് ഒരു ചെറിയൊരു ഇഞ്ചിപ്പൊട്ടും ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബീട്രൂട്ടും കേട്ടോ, ഒരു വാടി കരിഞ്ഞൊരു ബീട്രൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി മിക്സിയിൽ ഇത് അടിച്ചാണ്ട് ഇതിൻ്റെ കുറച്ച് മാവും കൂടി കൂട്ടിയിട്ട് അടിച്ചിട്ട് ഇതിൽ ഒഴിച്ചേക്കാണ് കേട്ടോ. അപ്പം ഇനി നല്ല ഉഷാറായിട്ടൊന്ന് ദോശ ഇട്ട് നോക്കിയാലോ. അപ്പം ഇത് ഇതാക്കണ ആദ്യമായിട്ട് ചുട്ട് വെക്കുകയാണ്. ഏതായാലും ഞാൻ ഇതാക്കണ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പം ചോറൊക്കെ ഇതാക്കണം അവിടെ ഞാൻ വാർത്ത് വെച്ചിക്കണ്. ഇനി പൈക്കൊരു ഉള്ളിക്കൂട്ടാനും ഉണ്ടാക്കി വെച്ചിക്കണം കേട്ടോ. ഉള്ളിക്കൂട്ടാനും പറയുകയാണെങ്കിൽ ഒക്കെപ്പാടൊരു ധൃതി പിടിച്ച് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇത്തിരി കരിഞ്ഞിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ദോശച്ചട്ടിയിൽ ഇത് ദോശ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഓക്ക് 2 കിഴങ്ങ് പൊരിച്ചു കൊടുക്കാൻ. അല്ലാതെ ആ ഒരു കരിഞ്ഞ ഉള്ളി എങ്ങനെ സ്കൂൾക്ക് പറഞ്ഞ് കൊണ്ടുപോയി വെക്കാം. അപ്പോൾ ഞാൻ ആ ക്ഷമാപണം പോലെ ഞാൻ വേറെ എന്തോ ഒരു പണിയിലായിരുന്നു. അപ്പം പഠിച്ചോനേതായാലും 2 കൈ നമുക്ക് തന്നിട്ടുള്ളൂ കേട്ടോ. അതിനനുസരിച്ചിട്ടുള്ള പണികളെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഉദാഹരണമാണ് അത്. അപ്പോൾ ഒരു പണി ഒരു സാധനം അടുപ്പത്ത് വെച്ചാണ്ട് അത് നോക്കാതെ വേറെ ഒരു പണിക്ക് പോയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവൂലേ, അങ്ങനെയാണ്. അപ്പം രാവിലെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, എത്ര കൈ കൊണ്ടാ പണി എടുക്കേണ്ടി അറിയില്ല. ഭയങ്കര വേവും ചൂടുള്ളൊരു ദിവസമാണ് വെള്ളിയാഴ്ച. അതിൻ്റെ കൂടെ വെള്ളിയാഴ്ചയും പള്ളിപ്പെരുന്നാളും ഒപ്പം വരുന്നമായിരിക്കാണ് ഈ വെള്ളിയാഴ്ച രാവിലെ എന്ന് പറയുമ്പോൾ. കാരണം രാവിലെ എല്ലാവർക്കും നേരത്തെ പോകണമല്ലോ. അതിപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. 5 മിനിറ്റ് മുന്നേ നീച്ചാൽ മതി എന്നേക്കാരം നിങ്ങളെ ചിന്തയിലില്ലേ. അപ്പം ഞാനൊരു 5 മിനിറ്റ് മുന്നേ നീച്ചൊക്കെ ചെയ്തിരിക്കണം കേട്ടോ. ഈ ഒരു അടുപ്പിൽ ഇങ്ങനെ തീ കൂട്ടി ഇത് ഒന്ന് വേഗട്ടെ വിചാരിച്ചിട്ട് ആ ഒരു ഇങ്ങനെ നോക്കി നിന്ന് ഇത്ര നേരമായതാണ്. ഏതായാലും പറഞ്ഞ് നമ്മളെ ദോശപ്പരിപാടി കണക്ക് തീർന്നിക്കണം കേട്ടോ. അപ്പം കാന്താരിയും ഇഞ്ചിയല്ലേ വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കുന്ന പരിപാടിയാണ്. അത് നമുക്ക് മീൻ പൊരിക്കാനാണ്.
അങ്ങനെ നമ്മളെ ഉണ്ണിമോള് പോയിട്ടുണ്ട് കേട്ടോ. ഓള് 8 മണിയായപ്പോൾ പോയിട്ടുണ്ട്. ഓക്ക് ഒരു കിഴങ്ങൊക്കെ പൊരിച്ചു കൊടുത്ത് ഓളങ്ങനെ സമാധാനമാക്കി പോയി. അപ്പോൾ കരിഞ്ഞ ഉള്ളിയൊന്നും കൊടുത്തയച്ച മോശമല്ല കുട്ടികൾക്കൊക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ടോ. പിന്നെ എന്താണ് ഒന്ന് കുക്കറിൽ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കറി എന്താണെന്ന് ചോദിച്ചാൽ ചേമ്പും തക്കാളി പച്ചമുളകും ഉപ്പും മഞ്ഞളിട്ട് ഇതാക്കണമെന്ന് അടുപ്പത്ത് വെച്ചതാണ്. അപ്പോൾ പെട്ടെന്നില്ല കറി കേട്ടോ, പണ്ടത്തെ കറി പെട്ടത്തിൻ്റെ കറി കേട്ടോ. അതും ഒരു നാടൻ കറി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പം ഇന്നലെയാണ് ഞാൻ യൂട്യൂബിൽ നോക്കിയത് ചേമ്പും ചാളയും വെക്കണത്. അത് നല്ല രസമുണ്ട്, കാണാനൊക്കെ രസമുണ്ട്. ഏതായാലും അടുത്ത ട്രിപ്പിൽ അങ്ങനെ ഒന്ന് വെച്ച് വെക്കണം എന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ കാണുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ പുതുമയായിട്ട് തോന്നുന്നത് കേട്ടോ. ആ ഒരു സെയിം സാധനം നമ്മൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏഴത്ത് വരില്ലാന്ന് തോന്നുന്നു. കണ്ണുകൊണ്ട് കാണുമ്പോൾ ആ ഒരു ഇഷ്ടം ഉണ്ടല്ലോ, അത്ര വരൂല കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയാൽ ആ ഒരു കളറും കാര്യങ്ങളും ഒന്നും വന്ന് കിട്ടൂല. ഓരതൊക്കെ നല്ല ചൊക്കച്ചൊക്കാ ഒരു കറി കഴിക്കാറില്ല, നല്ല ചുവപ്പും കറി കഴിക്കാറും. നമ്മളത് എങ്ങനെ ആയാലും എരി കൂടുക എന്നല്ലാതെ എൻ്റെ ഇതൊന്നും കളർ അങ്ങനെ വരലില്ല കേട്ടോ. ഇനിയിപ്പോൾ ഫുഡ് കളറും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണോ എന്താ അറിയില്ലല്ലോ. ഏതായാലും ഇനിയിപ്പോൾ ഓല കുറ്റം പറഞ്ഞ് ഓല തിന്നിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ഇത് അങ്ങോട്ട് നമ്മളെ കറിക്ക് വരാം കേട്ടോ. നമ്മളെ കറി ഇതാ നല്ല ഉഷാറായിട്ട് ഞാൻ ഉള്ളിയും ആ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കടുകും ഒക്കെ പാടെ തൂമിച്ചാണ്ട് ഉഷാറായിട്ട് കറിയാണ്ട് വെച്ചേക്കണ്. ഇനിയിപ്പോൾ അതാ അതിൻ്റെ ആ ഒരു തീ കെടുന്നതിൻ്റെ മുന്നേ മീനും കൂടി പൊരിച്ചെടുക്കട്ടല്ലോ കേട്ടോ. ഇല്ലെങ്കിൽ ഇതാക്കണം ഞാൻ പയർ പോയി വരുമ്പോഴത്തേന് ഇതാകപ്പാടാണ് കെടും. തീ കെട്ടാൽ പിന്നെ ഒന്നാമത് കൂടി കത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മല്ലിക്കെട്ടില്ല പണിയാണ്. അതുകൊണ്ടാണ് ഒന്നിക്ക് മേലെ ഒന്നിക്ക് ഇങ്ങനെ വെച്ചോണ്ട് നിൽക്കുന്നത്. ഇതാവുമ്പോൾ ലാഭമാണ് കേട്ടോ. ഇതിങ്ങനെ തീ ഇങ്ങനെ ഒന്ന് ഓരോരോ കൊള്ളി ഇങ്ങനെ വെച്ച് കൊടുത്താലും തന്നെ തീ കെടൂലല്ലോ. നമ്മൾ ഗ്യാസിലാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാന്നുള്ളൊരു ചിന്താഗതിയൊക്കെയാണ് നമുക്ക് ഉണ്ടാകുക. ഇതാണെങ്കിൽ നമ്മളെ വിറകടുപ്പാണെങ്കിൽ ഇത് വെച്ചിട്ട് പിന്നെ വേറൊരു തീ കെട്ടാൽ പിന്നെ ഒരു കത്തിക്കൽ ഭയങ്കര ശോകമാണത്. അപ്പം ഒന്ന് കത്തി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ഒരു കണക്കിൽ കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒന്നാമത് നോക്കുകയാണെങ്കിൽ വിറകടുപ്പാണ് ഏറ്റവും നല്ലത്. പക്ഷെ വിറകിനൊക്കെ ഭയങ്കര വിലയാട്ടോ. ഒരു ഗുഡ്സ് കണക്കിനൊക്കെ വിറക് വാങ്ങുകയാണെങ്കിൽ നല്ല വില കൊടുക്കണം കേട്ടോ. ഗ്യാസിൻ്റെ കാട്ടിലും അപ്പുറം വില കൊടുക്കണം. പക്ഷെ തോനെ ഉണ്ടാകും കേട്ടോ. കുറേ കാലം എന്നല്ല, കുറേ മാസങ്ങളോളം നമുക്ക് ഉണ്ടാകും കേട്ടോ. തീ വിട്ടാൽ വിറകൊക്കെ കയ്യിലുണ്ടാവും. ഗ്യാസിൻ്റെ പോലെയല്ല. ഗ്യാസ് മിക്കവാറും ഒരു 3-3.5 ഏറിയാലും ഒരു 4 മാസം വരെ നിൽക്കും. അതിൻ്റെ അപ്പുറം അങ്ങോട്ട് പോയി കിട്ടൂല കേട്ടോ. അപ്പം അങ്ങനെയാണുള്ളത്. അപ്പം ഞാൻ മീനും കൂടിയാണ് പൊരിച്ചെടുക്കട്ടെ. ഓരോരോ കൊള്ളി വെച്ചിട്ട് അങ്ങനെ കെടാത്ത രീതിക്കാണ് ഞാൻ മീനൊക്കെ എന്തും പൊരിച്ചെടുക്കണത്. അപ്പം ഒരു വിശ്രമമില്ലാത്ത പണിയാണെന്ന്. അപ്പം ഫസ്റ്റ് നമ്മൾ ചോറ് വെച്ച് ചോറിൻ്റെ ഒപ്പം തന്നെ തിളച്ചപ്പോൾ ചായയും കൂടി മുക്കി. അത് കഴിഞ്ഞേരം പിന്നെ കറി ഉണ്ടാക്കി. കറീൻ്റെ മേൽക്കൂരത്ത് ഞാൻ അപ്പം ചുട്ടു. അപ്പത്തിൻ്റെ ഒപ്പം പിന്നെ ചട്നി ഉണ്ടാക്കിയതിൻ്റെ ഒപ്പം ഇതാക്കണ് കറി ഉണ്ടാക്കി. അതിൻ്റെ മേലെ ഇതാക്കണം നമ്മൾ മീനും കൂടി പൊരിച്ച് ഇനി കുടിക്കാനല്ല വെള്ളം കൂടി വെച്ചാൽ സെറ്റായി. അടുപ്പൊക്കെ ഓഫാക്കാം കേട്ടോ. അപ്പം ഇതിനൊക്കെ മുൻകൂട്ടി നമുക്ക് എന്ത് വേണ്ട ഒരു പ്ലാനിങ് വേണം കേട്ടോ. വിറകടുപ്പിൽ വെക്കണവരാണെങ്കിൽ ഗ്യാസൊക്കെ പെട്ടെന്ന് തീർന്നു പോയവരാണെങ്കിൽ നാളെ മുതൽ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മൾ അടുക്കളയ്ക്ക് വരാൻ വേണ്ടിയിട്ട്. കാരണം ആദ്യം നമുക്ക് ഒന്ന് വെണ്ണീരൊക്കെ വാരാനൊരു സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുക. പിന്നെ എന്താക്കണം വിറകും ഓലക്കൂടിയൊക്കെ സെറ്റപ്പാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോന്ന് ഇങ്ങനെ വൈക്കും വയൽത്താൽ വെച്ചുകൊണ്ടിരിക്കണം. ചോറ് ചായ കടി കറി എന്നൊക്കെ പറഞ്ഞിട്ട് വൈക്കും വയൽത്താൽ ഇങ്ങനെ വെച്ചിരിക്കണമെങ്കിൽ ആദ്യം മുതൽ നമുക്ക് നന്നാക്കി തുടങ്ങണമല്ലോ. എന്തൊക്കെ കറി ഉണ്ടാക്കണം, എന്തൊക്കെ പൊരിച്ചെടുക്കണം, എന്തൊക്കെ വേണം എന്നൊക്കെ എഴുതി കൂട്ടി വെച്ചാലുള്ളൂ ഈ ഒരു അടുപ്പ് കെടാതെ നമുക്ക് ഒരു കൈതടവില്ലാതെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഇങ്ങനെയാണ് ഓടുന്നത്. ഈ ഒരു വണ്ടി രാവിലെ കണ്ട് പെട്രോൾ അയച്ചാണ്ട് വിട്ടാണ്ടല്ലോ, ഇങ്ങനെ തന്നെയാണ് വണ്ടി നിൽക്കണില്ല, ഓടിക്കൊണ്ടേ ഇരിക്കുകയാണിത്. അപ്പൊ ഇതാകുമ്പോഴത്തേക്കും ലാഭമുണ്ട്. നമുക്ക് സമയത്തിന് വല്ലാതൊരു ലാഭമുണ്ട് കേട്ടോ. ഈ രാവിലെ തന്നെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നോക്കിയാൽ മതിയല്ലോ. അപ്പൊ മീൻ ഇതാ പൊരിഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ്. നമ്മൾ വിഷയത്തിൽ നിന്ന് കുറച്ച് മാറിപ്പോയിക്കണല്ലോ അല്ലേ. നമ്മളെ രാവിലത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിതാക്കണം മീൻ പൊരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ഇതൊക്കെ ഇന്നലെ മുളകൊക്കെ കൂട്ടി വെച്ച സംഗതിയാണ്. അപ്പം ഇനി വേഗം അതിന് കാന്താരി ഉണ്ടായിരുന്നുണ്ടോ. ഇന്നലെ മൂപ്പര് കുറച്ച് കാന്താരി ഓർന്നു. അതിലാണ് കാന്താരി ചിക്കൻ്റെ ഒക്കെ ഒരു ഓർമ്മ. അപ്പം ഇന്ന് നമുക്ക് കാന്താരി മീൻ പൊരിക്കാം കേട്ടോ. അപ്പം ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി കാന്താരി ഒക്കെ പാടെ ഈ ഇടികല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്ന് തൂവി കൊടുത്താൽ കാന്താരി ചിക്കൻ അല്ലാത്ത കാന്താരി മീൻ, അതും അയിലക്കാന്താരി അങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. എന്തെങ്കിലുമൊക്കെ ഒരു പേര് വേണമല്ലോ നമ്മൾ തിന്നണേന്. അത് മക്കളെ കൊണ്ട് തീറ്റിക്കണമെങ്കിൽ ഇതല്ല, ഇതിൻ്റെങ്ങളുടെ അപ്പുറം നമ്മൾ കളിക്കാൻ കഴിയൂലേ നമുക്ക്. അത് നമ്മളോടാ കളി. അപ്പം നമ്മളിതാ ഒരു ഡിഷ് ഉണ്ടാക്കിയിട്ട് ഇതിന് വേറെ വെറൈറ്റി പേരുകളേക്കാരം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഇതാ കുഞ്ഞാറ്റക്ക് പോകാനായിട്ടുണ്ട്. ഓളെ മുടികെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതിന് മീനൊക്കെ ഒന്ന് മറിച്ചിട്ട് 2ാം ട്രിപ്പ് ഇട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോത്തിന് മൂപ്പരെ വിളി വന്നിട്ട് ഇങ്ങോട്ട് പോന്നിട്ടില്ല, എത്ര നേരമായി കാത്തിക്കണമെന്നും പറഞ്ഞിട്ട് വിളി വന്ന്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം.
അപ്പം നമ്മൾ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ തീറ്റയും കൂടിയൊക്കെ മറന്നുകണ്. അപ്പോൾ ചായ കുടിക്കാനുള്ള നേരമല്ല, ഇരുന്ന് കുടിക്കാനുള്ള നേരമല്ല. അപ്പം ഞാൻ ഓടിച്ചാടിയൊക്കെയാണ് കുടിക്കുന്നത്. അതിൻ്റെ ഇടയിൽ മീൻ മറച്ചിടുന്നുണ്ട്, തീ കത്തിക്കുന്നുണ്ട്. അങ്ങനത്തെ ഓരോരോ വല്ലാത്തൊരു അൽക്കുലത്ത് പരിപാടിയാണ് ഈ അടുക്കളയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ ഈ ആ വയറൊന്ന് മുളച്ച് പൊന്തിയാൽ നമുക്ക് സമാധാനമാകുള്ളൂ. അപ്പം നമ്മൾ പറയില്ല, ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കവുന്ന് നടുമ്പം ഇതിങ്ങനെ കവുന്ന് നടിയ മുട്ടുത്തിയ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ നടക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും, വർത്താനം പറയുമ്പോൾ ആ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ലേ, ഇത്രയൊരു ഗതികേടില്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കൂലേ. പറഞ്ഞ മാതിരി കേട്ടോ. നമ്മൾ കുഴിച്ചിടുമ്പോൾ വിചാരിച്ചത് മുളച്ച് പൊന്തി ഇത്ര പണി ഉണ്ടാവില്ല. മുളച്ച് പൊന്തുമ്പോഴേക്കാരം അതിൻ്റെ കൊമ്പും കോലൊക്കെ കുത്തി കയറൊക്കെ കെട്ടി വള്ളിയൊക്കെ കെട്ടി പിന്നെ അതുണ്ടായി വരുമ്പോൾ വളരണം. അങ്ങനത്തെ ഓരോ പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നിനും നമുക്ക് വിശ്രമിക്കാനല്ല നേരമല്ല എന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഇതാകണ നമ്മളൊരു ഓർഡർ ഉണ്ടല്ലോ, രാവിലെ ചായയും കടിയായ പുഴയിൽ പോവും, അവിടുന്ന് കുളിച്ച് ഉഷാറായിട്ട് ഒരു നടത്തൊക്കെ കഴിഞ്ഞിട്ട് ഒരു മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ വീട്ടിലെത്തുക. അത് കഴിയുമ്പോൾ പിന്നെ നമ്മളൊന്ന് ചായ കുടിക്കുക, അങ്ങനെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടേക്ക്. ഇപ്പം ഇത് ഈ ഒരു ഇടത്തായിട്ട് ഈ ഒരു വയനാടത്തെ ആ ഒരു ഇത് കഴിഞ്ഞേരെ നമുക്ക് പുഴയിൽ പോലൊക്കെ ഭയങ്കരമായിട്ട് കുറവാണ്. പോയാൽ തന്നെ ഒരു പേടിയുണ്ട്, മുങ്ങാനൊക്കെ നല്ല ഒരു പേടിയാണ്. അഥവാ കയ്യും കാലോ തലയൊക്കെ അവിടെ എവിടെയെങ്കിലും ഒന്ന് അടിഞ്ഞിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പേടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുഴയിലും പോലില്ല. അപ്പോൾ അങ്ങനെ ആരും പോലില്ല കേട്ടോ. നമ്മളിവിടുത്തെ അയലക്കാരോ നമ്മളെ തുണക്കാരൊന്നും ആരും അങ്ങനെ പുഴയ്ക്കൊന്നും പോലില്ല. പുഴയത്തെ വെള്ളം പക്ഷെ നല്ലതാണ് കേട്ടോ. എന്നാലും നമുക്ക് എന്തോ ഒരു ഇടങ്ങേറാണ് ഇപ്പോൾ. അപ്പോൾ കുറേ ആൾക്കാർ ഇഞ്ഞും കിട്ടാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ എവിടെയെങ്കിലൊക്കെ നമ്മളവിടെ ഏരിയയിലൊക്കെ തങ്ങിക്കിടന്ന് അത് പോരാ, നമുക്കത് കണ്ട് പേടിച്ചാൽ തന്നെ മതി. പറയുമ്പോൾ മനുഷ്യന്മാരൊക്കെ തന്നെയാണ്. ഇപ്പോൾ എല്ലും തോലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊക്കെ ബോധം കെട്ട് വിൽക്കാൻ അതൊക്കെ തന്നെ മതി കേട്ടോ. വിരലിൻ്റെ തുമ്പൊക്കെ കണ്ടാൽ തന്നെ ഞാൻ ബോധം കെട്ട് വിൽക്കും. അപ്പോൾ അങ്ങനെയാണില്ല. ഏതായാലും ഇനിയിപ്പോൾ ഒന്ന് പോകണം എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇതിങ്ങനെ മനസ്സിലേക്ക് വരും കേട്ടോ. നമ്മൾ വയനാട്ടത് ദുരന്തം അവിടെ നിന്നും ബോഡി കിട്ടിയതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ വരുമ്പോൾ അങ്ങോട്ട് പോകാൻ തോന്നലില്ല. അങ്ങനെ അതിൻ്റെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുഞ്ഞാറ്റിനെയും കൂടി പറഞ്ഞു വെച്ച് കഴിഞ്ഞേരെയാണ് ഞാൻ പോകാൻ നിൽക്കട്ടെ കേട്ടോ. ഇനി ഇവിടെ ഇങ്ങനെ തത്തി കളിച്ച് നിന്നാലേ മൂപ്പര് വടിയും കൊണ്ട് വരലേ കാരണം. അപ്പോൾ അങ്ങോട്ട് ചെല്ലട്ടെ ഞാൻ. അപ്പോൾ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞിങ്ങനെ ചോറ് കൂട്ടാനും കാര്യങ്ങളൊക്കെ ആയിട്ടോ. ഇനിയിപ്പോൾ അടുപ്പത്തെ പണിയില്ല, പക്ഷെ കുറേ പാത്രം കഴുകാനും മുഖം അടിച്ചു വരാനും തുടക്കാൻ അങ്ങനെ ഒരുവിധ പരിപാടികളുണ്ട്. പക്ഷേ തിരുമ്പിയിട്ടുമില്ല കുളിച്ചിട്ടുമില്ല ഇനി വന്നിട്ട്. അപ്പോൾ മൂപ്പർക്കില്ല ചായയും കടിയും കവറിലാക്കിയാണ്ട് ഞാൻ പോട്ടെ. അപ്പം ഇതിനുള്ളിൽ കുറേ തുണി മടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കണം. ഒക്കെ വന്നിട്ട് ആക്കം പോലെ അങ്ങോട്ട് എടുക്കാം. അത് ഇക്കാരെ സമാധാനമാകുക. അപ്പോൾ മൂപ്പരെ പണിയാണ് തീരട്ടെ കേട്ടോ. എന്നിട്ട് വേണം എൻ്റെ പണി അങ്ങോട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇടങ്ങേറുണ്ട് കേട്ടോ. ഈ വാതിലൊക്കെ പൂട്ടി പോകുമ്പോൾ അടിച്ചു വരി തുടച്ചിട്ടൊക്കെ പോയാൽ വന്നാൽ കുളിച്ചാൽ പോരേ എന്നൊരു ചിന്താഗതിയൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ അതിന് നടക്കുന്ന കേസല്ല കേട്ടോ. മൂപ്പര് വേഗം വന്നൂട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ട് അകപ്പാട് അലറി വിളിക്കുന്നുണ്ട്. അപ്പം വണ്ടി പോയി നോക്കട്ടെ എന്താ കഥ എന്നുള്ളത്. അപ്പം നടന്നിങ്ങനെ നീങ്ങിയപ്പോൾ ഒരു സമാധാനം കേട്ടോ. എന്തൊക്കെയോ കയ്യും കാലൊക്കെ ഓടിയമായിരിക്കും. ഒരു നല്ലൊരു ശ്വാസം വിട്ടത് ഈ ഒരു നടത്തത്തിലാണ് കേട്ടോ ഞാൻ. അപ്പോഴാണ് ഇതുകൂടെ ഈ റബ്ബർ കൂടെ ഇങ്ങനെ നോക്കിയാൽ നല്ല പൂക്കളുണ്ട് കേട്ടോ. നല്ല ഇഷ്ടംപോലെ പൂക്കളുണ്ട്. കമ്മൽ പൂക്കൾ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഈ ഒരു സൂര്യകാന്തിൻ്റെ ചെറിയ കുട്ടിയുണ്ടല്ലോ, കുട്ടിപ്പൂക്കൾ, അമ്മാതിരി വള്ളിമേലുണ്ടാകണ ആ പൂക്കളാണത്. അത് നല്ല രസമുണ്ട്. നിലത്ത് കൂടെ ഇങ്ങനെ പടർന്ന് കാണാനായിട്ട് നല്ല രസമുണ്ട്. പോരാത്തതിന് നല്ല വെയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ച് പോരുമ്പോൾ നമുക്ക് തലവേദനയൊക്കെ കൊണ്ടുപോരാ. അപ്പം ഒന്നാമത് നമുക്ക് ഇതാകണേ മൈഗ്രെയിൻ്റെ പ്രശ്നമില്ലാതെ വല്ലാത്തൊരാളാണ് ഞാൻ. വലിയ ഒച്ചയോ അതേപോലെ തന്നെ വെയിൽ കൊള്ളാനോ അങ്ങനെ ടെൻഷൻ അടിക്കാനോ പറ്റാത്തൊരു തലയാണ് നമുക്ക് കൗത്തിൻ്റെ മേലെ പടച്ചോൻ തന്നിട്ടില്ലത്. അപ്പോൾ ഇന്ന് വെയിലൊക്കെ കൊണ്ട് ഞാൻ തൂഫാനാകും ഉറപ്പാണ്. അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഈ വെയിലത്താണ് പണിയുള്ളത്. അപ്പോൾ ഇന്ന് ഇതാക്കണേ നമുക്ക് വെയിൽ കെട്ടലാണ്. അപ്പോൾ വെയിൽ ഇതാക്കണേ നാട്ടി വെച്ചേക്കണം കേട്ടോ. വെയിലേക്കില്ല കമ്പുകളൊക്കെ നാട്ടി വെച്ചേക്കണ്. ഇനിയിപ്പോൾ പച്ച ഷീറ്റ് കെട്ടാനുണ്ട്. അങ്ങനെയൊക്കെയാണ് കുറേ അല്ലറച്ചില്ല പണിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാനൊരു വന്നു കഴിഞ്ഞാൽ വേഗം ഒരു വരി ചെത്തിയിട്ടോ. ഇനി കുറച്ചുകൂടി വിത്ത് എറിയാണ്ടേന്ന്. അപ്പോൾ ഒരു വരി ഞാൻ ചെത്തി വെച്ചേക്കണ്. ഇനി ബാക്കി അതിൽ വിത്തൊക്കെ നട്ടിട്ട് വേണം. അപ്പോൾ വെള്ളരിയും കാര്യങ്ങളൊക്കെ ഇതാക്കണം മുളച്ച് വന്നിക്കണം കേട്ടോ. വെള്ളരി മുളച്ചു, പയറ് മുളച്ചു. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് കമ്പനും അതേപോലെ തന്നെ വെണ്ടയ്ക്കും പിന്നെ അല്ലറ ചില്ലറ വിത്തുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും കൂടി ഇട്ട് സെറ്റപ്പ് ആക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പണി നോക്കുകയാണെങ്കിൽ ഇതാ വേലിയടക്കലാണ് കേട്ടോ. വേലിപ്പണിയാണ്. നമുക്കിതാ പുറത്ത് കൊടുക്കാനുള്ള ഒരു ബഡ്ജറ്റ് നമ്മളെ കീസയിൽ ഇല്ലേനും. നമ്മളങ്ങനെ ഒന്നും കൂടി നോക്കുമ്പോഴാണല്ലോ നമുക്ക് തടികൊണ്ട് വയ്ക്കുമെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എടുക്കാൻ വയ്യും. അല്ലാതെ തടികൊണ്ട് വയ്ക്കാത്ത കാലത്തിലല്ലേ ആരെങ്കിലുമൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളെ കീശയിൽ എന്തെങ്കിലും ദമ്പടി ഉണ്ടായാലല്ല ഒരു മനുഷ്യന്മാരെ വിളിക്കാൻ പറ്റുള്ളൂ പണിക്ക്.
അല്ലെങ്കിൽ ഇതാകണം രണ്ടാളെയൊക്കെ വിളിച്ചാൽ പെട്ടെന്ന് വേലിപ്പണിയൊക്കെ തീരും കേട്ടോ. അപ്പം നമുക്ക് ആകപ്പാടെ വിളിച്ചത് കുറച്ച് ഇവിടെ കൊത്താൻ മാത്രമേ രണ്ടാളെ വിളിച്ചിട്ടുള്ളൂ. അല്ലാതെ തന്നെ ഞാനും മൂപ്പരും തന്നെയാണ് ഇതിൽ പണിയെടുത്തിട്ടോ. പിന്നെ മക്കൾ വിത്തെറിയാൻ മക്കളുണ്ടേന്ന് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഈ ഒരു സ്ഥലം ഇങ്ങനെ ആക്കി എടുത്തേക്കണം കേട്ടോ. ഇവിടെ കാട് മൂടിയ ഒരു അവസ്ഥയാണ്, ഇപ്പുറത്തേക്ക് നോക്കണ പോലെ തന്നെ ഒരു കാട് മൂടിയ അവസ്ഥയാണ് ഇങ്ങോട്ട്. അപ്പോൾ ഇതൊക്കെ കൊത്തി നന്നാക്കി ഒരുവിധം ആക്കി എടുത്തേക്കണ് ഞാൻ. അപ്പം ഞാനും തന്നെ കുറേ എടുത്തിട്ടോ. കുറച്ചൊന്ന് വീഡിയോ എടുത്തപ്പോൾ പിന്നെ ഞാൻ അത് കെട്ടാനും ഇതിനൊക്കെ കൂടി കൊടുത്ത്. ഇനിയിപ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് നിന്നിട്ട് കാര്യമില്ല, നമ്മൾ പണിക്കല്ലേ പോകുന്നത്. ഒരു പണിക്കിറങ്ങുമ്പോൾ അതാക്കണം അതിൻ്റെ ഒരു രീതിക്ക് നിന്നിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മളെ സൈഡ് ബിസിനസ് അറിയുന്നവർക്ക് നമുക്ക് ഇതാക്കണം മെയിൻ വരുമാനം കിട്ടുന്നത് യൂട്യൂബാണ്. അത് നിങ്ങൾ കുറച്ച് ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വലിയ സന്തോഷം. അതുകൊണ്ടാണ് കേട്ടോ ഏതെങ്കിലും ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് സജഷനൊക്കെ ചെയ്യട്ടോ, ഈ ഇങ്ങനെയല്ല അങ്ങനെ വീഡിയോ എടുത്താൽ റെഡി ആയിക്കാരെന്നൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളി. പിന്നെ കമൻറ്റിന് മറുപടി തരുന്നില്ല എന്ന് ആരോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ആകപ്പാടെ നമുക്ക് 8 or 10 കമൻറ്റാണ് വരുന്നത്. അതിന് ഞാൻ കാണുന്ന കമൻറ്റിനൊക്കെ ഞാൻ മറുപടി കൊടുക്കലുണ്ട് കേട്ടോ. പിന്നെ ഏത് കമൻറ്റിന് ഞാൻ മറുപടി കൊടുത്തേക്കാത്തതെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ തമാശക്കാണ് ചോദിച്ചതെന്ന് എനിക്ക് അറിയാം. എന്നാലും അപ്പോൾ ഞാൻ പറയാം, അപ്പം നമുക്ക് ആകപ്പാടെ ഇത്തിരി കമൻറ്റേ വരലുള്ളൂ. അതും നല്ല കമൻറ്റാണ് കേട്ടോ. നല്ല എന്നോട് ഇതാക്കണം നല്ല കമൻറ്റുകളാണ് വരുന്നുള്ളൂ. ബാഡ് കമൻറ്റും കാര്യങ്ങളൊക്കെ ആദ്യം വന്നു കേട്ടോ. അവിടെ കൊള്ളാം ഇവിടെ കൊള്ളാം അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും വരലില്ല. ഇപ്പോൾ നമ്മളെ ഇതാക്കുന്ന സബ്സ്ക്രൈബർമാരൊക്കെ നല്ല ഡീസൻ്റ് ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു കെട്ട് വറകുമായിട്ട് ഞാനിങ്ങോട്ട് പോകുന്നുണ്ട്. വെയിൽ കൊണ്ട് തല ഇങ്ങനെ വിണ്ട് കയറുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പർക്ക് ഇത് വലിയ പുത്തേരിയൊന്നുമല്ല വെയിൽ കൊള്ളണമൊന്നും. പക്ഷേ നമ്മളൊക്കെ അങ്ങനെയല്ലല്ലോ. നമ്മൾ ഈ ഒരു 4 ചുമരിൻ്റെ ഉള്ളിൽ നിന്ന് എവിടേക്കും ഇറങ്ങണില്ല. അതിനോട് വെയിലും കാര്യങ്ങളും കൊള്ളണില്ല. അതുകൊണ്ടും തന്നെ തലവേദന ഇല്ലോടൊന്നും വണ്ടിയും പൊളിച്ച് വരുന്ന ഒരു സംഗതിയാണ് എനിക്കൊക്കെ ഉള്ളത്. അപ്പോൾ തലവേദൻ്റെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ വേദന വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ആക്കാതെയാണ് ഇപ്പോൾ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നത്. അടിച്ചു വരാണ്ട് ഒന്ന് തുടച്ചിടാണ്ട് കുറച്ച് പേപ്പർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, നുള്ളി പൊറുക്കി വെക്കാനുണ്ട്. അപ്പോൾ ഈ മക്കൾ പോയാണ്ടല്ലോ വലിയ കുട്ടികളാണ് പറഞ്ഞിട്ട് കാര്യമല്ല, വലുതാകും തോറും തെറ്റിയാൽ കുട്ടികളായിട്ട് വരികയെന്ന് തോന്നുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ നുള്ളി പൊറുക്കി അങ്ങനെ ഇടും കേട്ടോ. പൊട്ട് കൺമേശ അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടുകൊണ്ടേ. കാരണം ഞാൻ പിന്നെ ഇത് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഒരു തട്ടിക്കുടഞ്ഞൊരു വിരിക്കലും ഉണ്ട്, അതേപോലെ തന്നെ പൊറുക്കിയേക്കലും ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് നമുക്ക് പണി. അപ്പോൾ അതിൻ്റെ ആ ഒരു പണിയിലാണ്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എല്ലാതും കൂടി തളത്തിൽ വന്നോട്ടേ വിചാരിച്ച് പാട്ടൊക്കെ വെച്ചിട്ടാണ് പരിപാടി. അപ്പോൾ ഈ ഒരു പാട്ടൊന്നും ഇല്ലാതെ എൻ്റെ പണികളൊന്നും നീങ്ങൂല കേട്ടോ. അപ്പോൾ ഞാൻ പാട്ടൊക്കെ വെച്ചിട്ട് ഉഷാറായിട്ടാണ് അടിച്ചു വരലും തുടക്കലും അങ്ങനെ എടുത്തുകൊണ്ടിരിക്കണേ. ഇനിയിപ്പോൾ ഒന്ന് ഒരു വലുതായിട്ട് തിരുമ്പി കുളിക്കാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായി. ഇപ്പം തന്നെ നേരം 12 മണിയോട് അടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സമയമല്ല, ഇനിയിപ്പോൾ വൈകുന്നേരമായ ചായ കടി ചോറ് വീണ്ടും ഇതൊക്കെ തന്നെയാണ് നമുക്ക് പണിയുള്ളത്. അപ്പോൾ ഇതൊക്കെ പാടെ എടുക്കുമ്പോഴും എന്താക്കണം ഞമ്മക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ മറന്നു പോകുന്നുണ്ടല്ലേ. ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നലുണ്ട്, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ എന്താ ചെയ്തതെന്നുള്ളത്. അപ്പോൾ എല്ലാവരുടെ കാര്യം ഞാൻ നോക്കുന്നുണ്ട്. കുട്ടികളുടെ 2 കാര്യം നോക്കുന്നുണ്ട്. ഓൾക്ക് തിന്നാനുള്ളതും കുടുക്കാനുള്ളതും അങ്ങനെ എല്ലാ പരിപാടികളും നമ്മൾ രാവിലെ നോക്കുന്നുണ്ട് കേട്ടോ. തിന്നോളി എടാ കുടിച്ചോടി എടാ എടുത്തിട്ട് പറഞ്ഞിട്ട് ഓലെ പറഞ്ഞേക്കുന്നുണ്ട്. പിന്നെ അതാ മൂപ്പരും തന്നെ ചായയും കൊടുത്ത് ഓല തുണിയും കുപ്പായം എടുത്ത് കൊടുത്ത് എല്ലാ പരിപാടിയും അതും നോക്കുന്നുണ്ട്. ഞാൻ അപ്പം ഇക്കും വേണ്ടിയിട്ട് എന്താ ചെയ്ത് ഞാൻ ചിലപ്പോൾ അങ്ങനെ ആലോചിക്കലുണ്ട് കേട്ടോ. ഞാൻ എനിക്കിപ്പോൾ എന്തും വേണ്ടിയിട്ടാണ് ചെയ്ത് ഒരു കാര്യം ഇക്കും വേണ്ടിയിട്ട് ചെയ്യലില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് മനസ്സിലുണ്ടാകലുണ്ട്, പക്ഷേ സമയം കിട്ടാനില്ല കേട്ടോ. പിന്നെ ഇതാക്കണം ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ മറന്നു കേട്ടോ. നമ്മളാ വീഡിയോ ഇതാക്കണം, നിങ്ങൾ അയൽക്കുളത്ത് വീഡിയോ ഒക്കെ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ നോക്കിയിട്ട് ഓളെന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ ഓപ്ഷനുകളും ഉണ്ട്. അപ്പോൾ ഒന്നും മറക്കാതെ ഒന്ന് ചെയ്തോളിട്ടോ. പിന്നെ ഇതാക്കണം നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ജീവിക്കുകയാണല്ലോ അല്ലേ. സത്യത്തിൽ ഇതാക്കണം പെണ്ണുങ്ങളെ മറന്നു പോകലുണ്ടല്ലോ, അവനാനും വേണ്ടി ജീവിക്കാൻ പലപ്പോഴായിട്ട് മറന്നു പോകലുണ്ട്. അപ്പം അങ്ങനെ മറക്കാതെ കേട്ടോ.